മിനി വ്ളോഗാണ് കേട്ടോ. തല കുളിക്കുന്നത് ഞാൻ ഇവിടെ വന്നേ പിന്നെ ഒന്നരാടം വെച്ചിട്ടാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഡെയിലി കുളിക്കാറുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് അധികം സെറ്റായിട്ടില്ല. കുളിച്ചാൽ പിന്നെ കുറി തൊടൽ എനിക്ക് മസ്റ്റാണ് കേട്ടോ. അതിന് നേരം കാലമൊന്നുമില്ല. നട്ടുച്ചക്ക് കുളിച്ചാലും ഞാൻ കുറി പോയി തൊടും. അച്ഛനും മോനും ഒരു ഉച്ച കഴിഞ്ഞാൽ ഉറങ്ങും. ആ സമയം ഞാൻ മാക്സിമം ഉറങ്ങാണ്ട് നിൽക്കാറുണ്ട്. അന്നേരമാണ് ഞാൻ പോയി കുളിക്കുക. പിന്നെ ഞാൻ അലക്കിയത് വരാൻ പോകും. ഫ്രണ്ട് ഡോർ നമ്മൾ അധികം തുറക്കാറില്ല കേട്ടോ. തുറന്നപ്പം കൊതുറും. പിന്നെ കൊതുവിൻ്റെ ശല്യം രാത്രിക്കാന്ന് വൃത്തിയറിയാം. അതുകൊണ്ട് വിളക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ തുറക്കാറില്ല. വാരിക്കൊണ്ട് പോകുന്ന സാധനം ഇനി എപ്പം മടക്കാന്ന് എനിക്കറിയില്ല. തോന്നുന്ന പോലെയൊക്കെയാണ് മടക്കുക. ചിലപ്പോൾ നേരത്തെ മടക്കും, ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ പിറ്റേന്നാവും. ഈ ടൈമിലാണ് ഞാൻ പൊതുവെ വോയിസ് കൊടുക്കാറും വീഡിയോ അപ്ലോഡെല്ലാം ചെയ്യല്. കാരണം ബസ് ഉറങ്ങുന്ന സമയത്തല്ലേ സൗണ്ട് ഇല്ലാണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇന്ന് ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ. കേരള സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയ അടിയുണ്ടല്ലോ, അത് വെച്ച് ഇന്നെങ്കിലും ആ പ്രഥമൻ ഇന്ന് ഉണ്ടാക്കണം. നേരത്തെ പാവ് കാച്ചാൻ, അതായത് വെല്ലം പാവ് കാച്ചാൻ ഞാൻ വെച്ചിട്ടാണ് പോയത്. അത് തിരിച്ചു വരുമ്പോൾ ആയിട്ടുണ്ടായിനി. അങ്ങനെ വേഗം അടപ്പായസം ഉണ്ടാക്കാനില്ല തന്ത്രപ്പാടിലാണ്. എനിക്കറിയില്ല കേട്ടോ. ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ ഈ പ്രഥമൻ പോലെയുള്ള സാധനമൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കി തുടങ്ങണത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് 3-4 യൂട്യൂബ് ചാനൽ നോക്കിയതിന് ശേഷമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രജിക്ക് സമയമായപ്പോൾ ഒരു 4:30 ആയപ്പോൾ രജി പോയി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടും വസൂട്ടന് വേണ്ടിയിട്ട്. വസൂട്ടൻ വൈകുന്നേരം ഉറങ്ങി എണീറ്റാൽ പിന്നെ കുറച്ച് വാശി കൂടുതലാണ്. കുറച്ച് നേരം എടുക്കേണ്ടി വരും. ചിലപ്പം അവന് വേണ്ടുന്ന സാധനം ഒക്കത്തെടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പഴം കൊടുത്തു. പഴം ഇങ്ങനെ ഗീലി ടോസ്റ്റ് ചെയ്ത് കൊടുത്ത വസൂട്ടന് ഇഷ്ടമാണ്, തിന്നും. അപ്പം ടി വിയും വെച്ച് കൊടുത്ത് ഞാൻ അവനെ അവിടെ ആക്കി. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു, പായസം വെച്ചു. തേങ്ങാപ്പാൽ എടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൗഡർ വാങ്ങിയിട്ട് കലക്കിയിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞ് ചൂട് തണിഞ്ഞപ്പോൾ ഫസ്റ്റ് കൊടുത്ത് വസൂട്ടനാണ് കേട്ടോ. വസൂട്ടന് ഭയങ്കര ഇഷ്ടമായി. 2 പ്രാവശ്യം വാങ്ങി കുടിച്ചിനി. രജയെ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാൻ പറ്റൂല, ഞാൻ വന്നിട്ട് കുടിച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും വസൂട്ടനും കൂടി കുടിച്ചു. പായസത്തിന് ലേശം മധുരം കൂടിപ്പോയി. പിന്നെ അട വേവിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ അട പൊട്ടിച്ചിടണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് അത് ഫുൾ സൈസായിട്ട് തന്നെയാണ് ഉണ്ടായത്. എന്നാലും പായസം കുടിക്കാൻ നല്ല ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിനി. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.